നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറവൂർ നഗരസഭ ചെയർപേഴ്സണും കൗൺസിലർമാരും പറവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭ നൽകിയ കേസുകളിൽ യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPIM പറവൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. ചൊവ്വാഴ്ച രാവിലെ 10:15 കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പറവൂർ നഗരസഭാ ചെയർപേഴ്സണും കൗൺസിലർമാരും പറവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭ നൽകിയ കേസുകളിൽ യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പറവൂർ നഗരസഭ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി വാങ്ങിയ 2 വാഹനങ്ങളുടെ എഞ്ചിന്റെ അകത്ത് കല്ലും മണ്ണും വാരിയിട്ട് വാഹനം തകരാറിലാക്കിയ സംഭവത്തിൽ നഗരസഭ പറവൂർ പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസം പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, ഭരണകക്ഷി കൗൺസിലർമാർ എന്നിവർ പറവൂർ ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 2 മാസം മുമ്പ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കസേര കുത്തിക്കീറി നശിപ്പിച്ച സംഭവത്തിലും നഗരസഭ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ MJ രാജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനു വട്ടത്തറ, സജി നമ്പത്ത്, വനജ ശശികുമാർ, D രാജകുമാർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പറവൂർ നഗരസഭയുടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട 2 വാഹനങ്ങളിൽ എഞ്ചിനിലേക്ക് മണ്ണും അതേപോലെ സ്ക്രൂവും ഇട്ട് അത് പ്രവർത്തനരഹിതമായ സാഹചര്യമാണ്. 2 മാസക്കാലത്തോളമായി ഇങ്ങനെ സംഭവിച്ചിട്ട് ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത ഒരു വലിയൊരു വിപത്താണ് ഞങ്ങളുടെ മുന്നിൽ. കാരണം മാലിന്യ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. സെക്രട്ടറി കൊടുത്തു, ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ SP-ക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ അന്വേഷിക്കാം, അത് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. കാരണം പറവൂർ നഗരസഭയുടെ കോമ്പൗണ്ടിൽ കിടന്ന 2 വാഹനങ്ങൾ, മാലിന്യം നീക്കുന്ന 2 വാഹനം, ഒരു എയ്ഷറും ട്രാക്ടർ, അതിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഈ നഗരസഭയുടെ മാലിന്യ നീക്കത്തെ പ്രതിസന്ധിയിലാക്കാൻ, നഗരസഭ ചീഞ്ഞു നാറാൻ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെ മോശപ്പെടുത്താൻ, ഇതിലേതോ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങളിൽ മണ്ണും കല്ലും വാരിയിട്ട് എഞ്ചിനിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വാഹനങ്ങളും ഓടാൻ കഴിയാത്ത അവസ്ഥയിലായി. 3 വാഹനങ്ങളാണ് നഗരസഭയ്ക്കുള്ളത്. 1 വാഹനം വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ ഈ 3 വാഹനങ്ങളും മാലിന്യ നീക്കം നടത്താൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിച്ച് വലിയ പ്രതിസന്ധിയായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നഗരസഭ എങ്കിൽ പോലും ഞങ്ങൾ വാടകയ്ക്കെടുത്താണ് ഒരു വാഹനം എടുത്തത്. ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ SP-യെ കണ്ടു, പരാതി പറഞ്ഞു, DYSP-യെ കണ്ടു, പരാതി പറഞ്ഞു, സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ടു, സബ് ഇൻസ്പെക്ടറെ കണ്ടു. 2 മാസമായി മാതൃകാപരമായി ഒരു അന്വേഷണവും പോലീസിന് ഭാഗത്ത് വന്നിട്ടില്ല. ബഹുമാന്യനായ വരാപ്പുഴ CI SP-യുമായി ബന്ധപ്പെട്ട് വരാപ്പുഴ CI പറഞ്ഞ് അടിയന്തരമായി എടുത്ത നടപടികളെ ഞങ്ങളെ ബോധ്യപ്പെടുത്താം, അടിയന്തരമായി മറ്റു നടപടികൾ സ്വീകരിക്കാം, അതുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. CPIM പറവൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, മഴക്കാല പൂർവ്വ ശുചീകരണം അടിയന്തരമായി ആരംഭിക്കുക, സഞ്ചരിക്കുന്ന ആശുപത്രി ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPIM ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. CPIM പറവൂർ ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ,
കെ എ വിദ്യാനന്ദൻ, NS അനിൽകുമാർ, MR റീന, CP ജയൻ, AP ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു. മാലിന്യങ്ങൾ നീക്കം ചെയ്ത്, കാണുകൾ ക്ലീൻ ചെയ്ത്, തോടുകൾ ക്ലീൻ ചെയ്ത് ഫലപ്രദമായ രീതിയിൽ മഴക്കാലത്ത് നേരിടാനുള്ള, വെള്ളക്കെട്ടിന് നേരിടാനുള്ള, ജനങ്ങൾക്ക് ദുരിതം സംഭവിക്കാതിരിക്കാനുള്ള, പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് മാസമെന്ന് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ കത്തുൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ ഒന്നിനും അതിനുള്ള സമയമില്ല. ഇവരിങ്ങനെ ഇന്നോവ കാറിൽ ഇങ്ങനെ കറങ്ങി അടയ്ക്കുക. ആ കാറിന്റെ കഥ അതിലും കത്താണ്. അതിന്റെ ഇൻഷുറൻസ് അടയ്ക്കാന്ന് പറയണം. നിങ്ങൾ കറങ്ങിയടക്കുന്ന, നിങ്ങൾ AC ഇട്ട് കറങ്ങിയടക്കുന്ന കാറാണല്ലോ ഇന്നോവ കാറ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോ ആ വണ്ടി ഒന്ന് ഇടിച്ചപ്പോഴാണ് ഇൻഷുറൻസ് പോലും അടച്ചിട്ടില്ല. അപ്പൊ എത്ര വലിയ ഭരണോട് അടക്കണം. ഇത് കയ്യിൽ കാശ് മുടക്കി നമ്മുടെ ചെയർപേഴ്സൺ നന്നാക്കിയേക്കാണ് കാറ്. സ്വന്തം യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണെന്നും അത് പുതുക്കി അടയ്ക്കണമെന്നും പോലും പരിശോധിപ്പിക്കാൻ സാധിക്കാത്ത അത്ര വലിയ ദുർഭരണമാണ് ഈ നഗരത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി പറവൂർ നഗരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വാഹനമില്ല. ഇന്നിപ്പോ ഒരു വാഹനം കൊണ്ടിട്ടുണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം കൗൺസിലിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോ ഈ വാഹനം ഇവിടെ ഇവിടെ ഇട്ടേക്കായിരുന്നു. ഇപ്പൊ ഇന്ന് ഈ സമരം വന്നപ്പോ നമ്മളൊക്കെ കണ്ടോട്ടെ, വേണമെങ്കിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെയും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വാഹനം അവിടെ പോയി. അത് ഓടുകയൊന്നുമില്ല, ആളെ പറ്റിക്കാൻ ഇട്ടേക്കുന്നതാ. ഒരു അലൂമിനിയം ബോഡി കയറ്റി 4 വാഹനങ്ങൾ അഡ്വക്കേറ്റ് NLEയുടെ കാലത്ത് മേടിച്ചത് ഉൾപ്പെടെ ഇപ്പോഴുള്ള ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നൽകിയ പദ്ധതി പണം ഉപയോഗിച്ച് മേടിച്ച, പണം കൊണ്ട് മേടിച്ച 4 വാഹനങ്ങൾ 4ഉം കേടായി കിടക്കുക. ഒരു വാഹനം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കംപ്ലൈന്റ് ആയത് ഐഷർ വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നഗരനിവാസികളോട് പറയേണ്ട കാര്യമില്ല. ഒരു ഐഷർ വാഹനം എപ്പോഴും ഓടും മാലിന്യം എടുക്കാനായിട്ട്. തോട് ക്ലീൻ ചെയ്ത് വെച്ചാൽ ജംഗ്ഷനുകളിലെ മാലിന്യമൊക്കെ കൊണ്ടുപോയി വെടിമറയിൽ ഡംപിംഗ് ഗ്രൗണ്ടിൽ ഇടുന്ന വാഹനം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വണ്ടി ആക്സിഡന്റ് ആയിട്ട് 5ാമത്തെ വർഷമാണ്. ഒരു വർക്ക്ഷോപ്പിൽ പോയി ഒരു നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള വാഹനം ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ്, എന്തിനാണ് ചെയർപേഴ്സൺ നിങ്ങൾ ഈ കസേരയിൽ കയറിയിരിക്കുന്നത്? ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. ചൊവ്വാഴ്ച രാവിലെ 10:15 കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിൽ 1,00,000-ലധികം പേർ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ 10:15 കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നേർച്ച സദ്യ ആശീർവദിച്ചു. കോഴിക്കോട് കുളത്തുവയലിൽ നിന്നുമെത്തിയ ജോയിക്കും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു. ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആഹാര സാധനങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങേ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും അനുഗ്രഹിക്കുന്നത്. ഇവ അനുഭവിക്കുന്ന വഴി വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളയണമേ. തുടർന്ന് പിതാവിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ജുബിലിയിൽ ഫാദർ ആൻഡ്രു ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകി. തിരക്ക് കുറയ്ക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിരുന്നത്. രാവിലെ ആരംഭിച്ച നേർസദ്യ രാത്രി വൈകിയും തുടർന്നു. ശ്രീ കോവാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് സപ്താഹയജ്ഞം. കുറ്റിപ്പുഴ കോവാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീകൃഷ്ണ വിഗ്രഹം നാമസങ്കീർത്തനങ്ങളുടെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഈ മാസം 19 വരെ നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ മധു രാധേശ്യാമാണ്. ശാന്തി ഷാജി ഷൺമുഖൻ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ചാലാക്ക ഗുരുദേവ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ ഭദ്രദീപം തെളിയിച്ചു. ഇന്ന് ഞാൻ ഈ അമ്പലം കണ്ടപ്പോൾ ശരിക്കും അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത വികാരം തോന്നി. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്ന ആളാണ്. എങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി
എൻ്റെ കണ്ണ് നനയനുണ്ടോ. കാര്യം അത്രയ്ക്കും ഒരു ശാന്തം അല്ലെങ്കിൽ ഒരു ശാന്തത എൻ്റെ മനസ്സിന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശക്തിയുള്ള കാര്യങ്ങളാണ്. തുടർന്ന് നടന്ന യോഗത്തിൽ ചെയർമാൻ TP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 18ാമത് ഭാഗവത സപ്താഹം ഇന്ന് ഇവിടെ നടത്തുമ്പോൾ നമ്മളെ ഒരാൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയി. കഴിഞ്ഞ തവണ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന MG രുക്മാഞ്ചേട്ടൻ അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതിനുശേഷമാണ് ഉള്ള ഒരു സപ്താഹമാണ് നടക്കുന്നത്. നമ്മൾ 18ാമത് ഭാഗവത സപ്താഹം നടത്തുമ്പോഴും 12 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷം നമ്മൾ ദേവി നവാഹം നടത്തുകയുണ്ടായി. അതിനുശേഷം വീണ്ടും നമ്മൾ ശ്രീമദ് ഭാഗവത സപ്താഹം തുടർന്ന് നടത്തി വരുന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ 15 തവണ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി കഴിഞ്ഞു. നമ്മൾ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ നടത്തി കഴിയുമ്പോൾ ക്ഷേത്രം ഉയർച്ചയിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുള്ള ഭക്തജനങ്ങൾക്കും ഉയർച്ചയുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ക്ഷേത്രം അധപതിച്ച് പോയാൽ ചുറ്റുപാടുമുള്ള ആൾക്കാർ അധപതിച്ച് പോകും. നമ്മുടെ പഴയ തലമുറക്കാർ നമ്മുടെ ക്ഷേത്രം നമുക്കറിയാം. ഒരു കാലത്ത് എൻ്റെ കാലത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം നമ്മുടെ ക്ഷേത്രം ഒരു ചെറിയ ഓടുമേഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു. അതവർ വാർത്തു, ചിറ്റമ്പലം പടുത്തു. അതിനുശേഷം ഞങ്ങൾ വന്നതിന് ശേഷം കൊടിമരം, അതുപോലെ ഓഫീസ് കെട്ടിടങ്ങൾ, പിന്നെ നമ്മളെ ഓഡിറ്റോറിയം. സെക്രട്ടറി TA ലൈജു സ്വാഗതം പറഞ്ഞു. ബാബു ചേർത്തല മഹാത്മ്യ പ്രഭാഷണം നടത്തി. ശിവനീരയിൽ VV രവി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറവൂർ നഗരസഭ ചെയർപേഴ്സണും കൗൺസിലർമാരും പറവൂർ DYSP ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭ നൽകിയ കേസുകളിൽ യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPIM പറവൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം. ചൊവ്വാഴ്ച രാവിലെ 10:15 കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.